കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാദം പരിപാടിയിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ബഹളമുണ്ടായത്. ഉമ തോമസ് എംഎൽഎയ്ക്ക് പരുക്കേറ്റ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. യോഗം സ്തംഭിപ്പിച്ച പ്രതിപക്ഷത്തിന്റെ സമീപനം നിർഭാഗ്യകരമെന്ന് മേയർ എം അനിൽകുമാർ വിമർശിച്ചു. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻ മരിയ, എന്താണ് സംഭവിച്ചത്? കൊച്ചിൻ കോർപ്പറേഷൻ ഒരു സാധാരണ കൗൺസിൽ യോഗം, ആ രീതിയിൽ തന്നെയായിരുന്നു കൗൺസിൽ യോഗം ചേർത്തിരുന്നത്. പക്ഷേ അതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമായി പ്രതിപക്ഷം അവതരിപ്പിച്ചത് ഈ കലൂർ സ്റ്റേഡിയത്തിലെ അപകടം തന്നെയായിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കം ഉണ്ടാക്കുന്നു. പിന്നീടാണ് ഈ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ രീതിയിലുള്ള പ്രതിഷേധം ഈ യോഗം സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നു. ഇതിനെ തുടർന്നാണ് മേയർ എം അനിൽകുമാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് അന്വേഷണം തൃപ്തികരമെന്ന് KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞതിന് ശേഷവും ഒരു രാഷ്ട്രീയ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് യോഗം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. കൃത്യമായി ഒരു ആലോചനയോട് ശേഷം നമുക്കിതിന്റെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കാൻ കഴിയുന്നതായിരുന്നു. കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ നഗരസഭയ്ക്ക് ഇതിൽ നടപടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രധാനമായിട്ടും അവർ പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനാൽ അതിനിടയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കത്തില്ല. നിലവിലെ അന്വേഷണത്തിൽ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളെ രക്ഷിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മേയർ എം അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രമേയവുമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയതും അതൊരു വലിയ പ്രതിഷേധമായിട്ടും മാറിയത്. പ്രവിത സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ബഹളം ഉണ്ടായത്.